നീ ഭയങ്കര നിരാശയോടാ വന്നേക്കുന്നേ. അയർലൻഡിൽ പോവാൻ നോക്കുക, നടക്കുന്നില്ല അല്ലയോ? നീ കർത്താവ് വേണ്ടെന്നൊക്കെ പറഞ്ഞ വിശ്വാസമൊക്കെ പോയി. എന്നാ കർത്താവ് എന്നോട് പറയുക, നിനക്ക് വേണ്ടി അയർലൻഡിലേക്ക് ഒരു വഴി ഒരുങ്ങാൻ പോവാ, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവാ. ഈ രാവിലെ ആരാധനയ്ക്ക് ആദ്യമായി എത്തിയ ഈ പെൺമകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കാൻ പോവാ. മോക്ക് വേണ്ടി അമ്മ സാക്ഷ്യം പറയാൻ വന്നതാണ്. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഏറ്റവും പുറകിൽ ഞാൻ അമ്മയും മോളെ എഴുന്നേൽപ്പിച്ചു. ഈ അമ്മയും അമ്മയുടെ മോളെയുമാണ് എഴുന്നേൽപ്പിച്ചത്. ഈ അമ്മയുടെ മോള് അയർലൻഡിൽ പോകാനായിട്ട് ഡിസംബർ മുതൽ കാത്തിരിക്കുകയാണ്. കൂടെ വന്ന എല്ലാവർക്കും വഴി തുറന്നു, പക്ഷേ ഇവർക്ക് വേണ്ടി മാത്രം വഴി തുറക്കുന്നില്ല. അന്ന് ദൂത് പറഞ്ഞത് ഇങ്ങനെയാണ്: പെട്ടി റെഡിയായിക്കോ, അയർലൻഡിലേക്ക് വഴി ദൈവം തുറക്കും. നിങ്ങൾക്ക് കേൾക്കണ്ടേ എന്നാ സംഭവിച്ചതെന്ന്? അവർ പാസ്പോർട്ട് ഓഫീസിൽ എംബസി വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനൊരു പാസ്പോർട്ട് ഇവിടെ വന്നിട്ടില്ല, അങ്ങനൊരു കാര്യം ഇവിടെ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നെ വിളിച്ച് രാത്രിയിലൊക്കെ വിളിച്ച് കരയും ഈ അമ്മയും അമ്മയുടെ മകളും ഒക്കെ. എന്ന് വെച്ചാൽ അവരെന്നോട് ചോദിച്ച അവസാനം പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയാണോ? ഞാൻ പറഞ്ഞല്ല, പോകുന്നതിൻ്റെ അന്ന് രാവിലെ പാസ്പോർട്ട് കൈ കിട്ടും. ഞാൻ എങ്ങാണ്ടൊന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ അമ്മയുടെ കോള് വരുന്നത്: പാസ്റ്ററെ, ഞങ്ങൾ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പാസ്പോർട്ട് കൈ കിട്ടിയിട്ടില്ല, എയർപോർട്ടിൻ്റെ വാതിക്ക വെച്ച് പാസ്പോർട്ട് കൈ കിട്ടും. 4-ാം തീയതി ദൂത് പറയുന്നു, 8-ാം തീയതി പോകുന്നു. അതിനടുത്തത് ഡിസംബർ മുതൽ ഇതിൻ്റെ പുറകെ നടക്കുക. ഡിസംബറിൽ 1 വർഷം മുമ്പ് നടക്കുക. ഏറ്റവും ഫൈനലായിട്ട് അവർ പോയത് ഡിസംബറിലാണ്. ഒത്തിരി പ്രാവശ്യത്തെ തടസ്സമായി. ഒരു കാര്യം പറയുക, വചനം തടസ്സം വെട്ടിക്കളയും. നിങ്ങൾ കേൾക്കാൻ പോകുക ഈ അമ്മയുടെ സാക്ഷ്യം. പറഞ്ഞാട്ടെ അമ്മേ. 6-7 മാസക്കാലമായി തന്നെ മകൾക്ക് വേണ്ടി അയർലൻഡിൽ പോകാൻ വേണ്ടി പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയായി. ഡിസംബർ 14-ാം തീയതി ഞങ്ങൾ ബോംബെക്ക് പോയി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഡിസംബർ കഴിഞ്ഞു, ജാനുവരി കഴിഞ്ഞു. മോൾ കൊടുത്തതിന് ശേഷം ഡിസംബർ 16, 17, 18കാർക്കെല്ലാം വിസ വന്നു. പക്ഷേ മോൾക്ക് മാത്രം വിസ വന്നില്ല. ഒരുപാട് ഭാരപ്പെട്ടു, ദൈവസന്നിധിയിൽ ഒത്തിരിയും കരഞ്ഞു. ലാസ്റ്റിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പാസ്റ്ററിൻ്റെ നമ്പർ എനിക്ക് തന്നു. പക്ഷേ ആ നമ്പർ തന്നത് എൻ്റെ മോന് വേണ്ടിയായിരുന്നു അവർ തന്നത്. അവന് വിവാഹം ഒന്നും നടന്നില്ല, അപ്പോൾ പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ആ ഇടയ്ക്കാണ് മോടെ ഈ പ്രതിസന്ധി വന്നത്. അപ്പോൾ അങ്ങനെ 4-ാം തീയതി ഞാൻ ശനിയാഴ്ച വൈകിട്ട് ഞാൻ പാസ്റ്ററിനെ വിളിച്ചു പാസ്റ്റർ എന്നോട് പറഞ്ഞു ഞായറാഴ്ചത്തെ ആരാധനയെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളും അച്ഛനും ഞങ്ങൾ കുടുംബമായിട്ട് ആരാധനയ്ക്ക് 4-ാം തീയതി ഇവിടെ വന്നു. ആദ്യത്തെ ദൂത് മോളോടായിരുന്നു. പാസ്റ്റർ, പെട്ടി കെട്ടിക്കോ മോളെ, നിനക്ക് പോകാം, നിന്റെ തടസ്സമെല്ലാം മാറുന്നത്. അമ്മേ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാസ്റ്ററെ കണ്ട് സംസാരിച്ച് തിരിച്ചു പോയി. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. 8-ാം തീയതി മെസ്സേജ് വന്നു, മോടെ വിസ കിട്ടിയെന്ന് പറഞ്ഞു. സാധാരണ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പാസ്പോർട്ട് അവർ ഡിസ്പാച്ച് ചെയ്യും. പക്ഷെങ്കിൽ മോക്ക് മെസ്സേജ് വന്നു പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തു എന്ന്. പക്ഷേ ഈ പാസ്പോർട്ട് എവിടെ പോയെന്ന് നമുക്കറിയത്തില്ല. പാസ്പോർട്ട് എവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഭാരപ്പെട്ടു. നമുക്ക് എംബസിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ മോളിരുന്ന് പ്രാർത്ഥിക്കുക. ഈ വേദപുസ്തകം എടുത്ത് ആ മുറി ഈ മുറിയിലെല്ലാം കിടന്ന് ഭാരപ്പെട്ടു. എൻ്റെ അമ്മയെ എനിക്ക് പോകാൻ പറ്റും. ഞാൻ അന്നേരം അവളെ ആശ്വസിപ്പിച്ചു. മോളെ, പാസ്റ്റർ പറഞ്ഞില്ലോടി, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കും, നിനക്ക് പോകാം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ വെള്ളിയാഴ്ച നോക്കി, ശനിയാഴ്ച നോക്കി, പാസ്പോർട്ടില്ല. തിങ്കളാഴ്ച ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. ഈ മോള് എവിടേക്കോ എങ്ങനെയോ തമ്പുരാനൊക്കെ ഒരു നമ്പർ കൊടുത്തെന്ന് വേണേ പറയാം. ദൈവം കൊടുത്തതാ, വേണേലെന്നല്ല, ദൈവം കൊടുത്തു. ആ നമ്പറിൽ അവൾ എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരാളായി എടുത്ത്, മോളെ നീ ഇംഗ്ലീഷിലാണ്, നീ ഭാരപ്പെടേണ്ട, ഞങ്ങൾ നോക്കാമെന്ന്. അവരാദ്യം പറയുവാണ് ഈ പാസ്പോർട്ട് ഞങ്ങൾ ഹൈദരാബാദിൽ സെൻഡ് ചെയ്തെന്ന്. അപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ കേരളത്തിലെ നമ്പരാണല്ലോ തന്നത്, എൻ്റെ ഫോൺ നമ്പർ അതിലുണ്ടല്ലോ, എല്ലാം ഞാൻ ക്ലിയറായിട്ട് തന്നു, എങ്ങനെ ആ പാസ്പോർട്ട് ഹൈദരാബാദിൽ പോയത്? അന്നേരം പിന്നെ പറയുവാണ്, ഞങ്ങൾ നോക്കട്ട് ചെക്ക് ചെയ്യാമെന്ന്. പാസ്റ്ററെ ഞാൻ വിളിച്ചു. പാസ്റ്റർ എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ചത്തെ ആരാധനയെ വരാൻ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു. താഴെ വന്ന് വീണ്ടും ഒന്നുകൂടെ ആ എംബസിയിലൊന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു, മോനെ ഒന്നുകൂടെ വിളിച്ചിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് കയറാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, പാസ്റ്റർ പറഞ്ഞതല്ലേ എന്ന്.
വിളിച്ചിട്ട് മോൾ ഇവിടെ കയറി. ആ പ്രാർത്ഥന മധ്യേ പാസ്റ്റർ പറഞ്ഞു, മോളെ നിൻ്റെ പാസ്പോർട്ട് റെഡിയായി, നീ ധൈര്യമായിരിക്കുമെന്ന് ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ പാസ്റ്റർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് 3 മണിയായപ്പോൾ ഞങ്ങളപ്പോൾ ആ അഡ്രസ്സല്ല കൊടുത്തത്, എറണാകുളത്തെ അഡ്രസ്സ് കൊടുത്ത് ഏജൻസിയുടെ. അവിടെ കറക്റ്റ് 3 മണിയായപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, പാസ്പോർട്ട് അവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടനെ തന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി, ദൈവമേ പാസ്പോർട്ടായി വിസയായി എല്ലാമായി. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ മോള് പന്തളത്തൊരു കോഴ്സ് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്, അതുകൂടെ നമുക്ക് വാങ്ങിച്ച് വെക്കാമെന്നും പറഞ്ഞു. പാസ്റ്ററെ ഞാനും മോളും കൂടെ 4:30 ആയപ്പോൾ അവർ പറഞ്ഞു 5 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. 4:45 ഞങ്ങൾ പന്തളത്ത് ചെന്നു. അവിടെ ചെന്ന് ഈ സർട്ടിഫിക്കറ്റ് മോള് വാങ്ങിച്ച് അവിടെ നിന്നപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു, എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ നിങ്ങൾ കയറി വന്നില്ല എങ്കിൽ ഈ മോടെ അഡ്മിഷൻ ക്യാൻസലായി പോകുന്നു. അവിടുന്ന് എങ്ങനെ വീട്ടിലെത്തുമെന്ന് അറിയത്തില്ല. എങ്ങനെയോ വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിൽ വന്ന് പാസ്റ്റർ എല്ലാം ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി അടുപ്പിച്ച് വെച്ച്. പക്ഷേ ഞങ്ങൾ പിന്നെ പാക്കിങ് ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് പോയിട്ട് വന്നിട്ട് സാവകാശത്തിലെല്ലാം പാക്ക് ചെയ്ത. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു പാസ്റ്ററെ ഒരു ദിവസം കൂടെ അവർ ഞങ്ങൾക്കൊരു സമയം തരും, അല്ലെ അന്ന് രാത്രി പാതിരാത്രിക്കാണെങ്കിലും നമുക്ക് പോകാം, പിറ്റേ ദിവസമാണേലും. അങ്ങനെ ഇരുന്ന സന്ദർഭം എന്തോ ചെയ്യണമെന്നറിയത്തില്ല. കിട്ടിയതെല്ലാം കൂടെ ആ പെട്ടിക്കകത്താക്കി വെച്ച്. നമുക്കറിയാമല്ലോ എറണാകുളത്ത് പോകണമെങ്കിൽ നമുക്ക് വണ്ടിക്ക് എത്ര മണിക്കൂർ എടുക്കും? കുറഞ്ഞ 4 മണിക്കൂർ വേണ്ടേ? അവർ പറയാ 10:10 ഫ്ലൈറ്റ് പിടിക്കണം. ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു. അതിനുശേഷം ഫ്ലൈറ്റ് ഒന്നുമില്ല. അവർ പറഞ്ഞു ആ രാത്രിയിൽ ഫ്ലൈറ്റ് ഒന്നുമില്ല, നിങ്ങൾ ഇതിന് തന്നെ പോകണം. എന്നും വരട്ടെ മോളെ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഒരു ഡ്രൈവറെ വിളിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോയി. 6 മണിക്കാണ് പാസ്റ്ററെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ കൊച്ചനെ ഒത്തിരി എങ്ങനെയോ അവനെ ഞങ്ങളെ അവിടെ എത്തിക്കാൻ നോക്കി. അത് കഴിഞ്ഞ് അവർ ഈ ഏജൻസിക്കാർ അതിൻ്റെ ഡയറക്റ്റ് എയർപോർട്ടിൽ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ഒരു കൊച്ച് വരുന്നുണ്ട്, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഫ്ലൈറ്റിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അവർ പറയും മാക്സിമം ഞങ്ങൾ 9:30 വരെ നോക്കത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന പോക്കിലാണ് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത്. പാസ്റ്റർ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. പാസ്റ്റർ അന്നേരം പറഞ്ഞു, പൊയ്ക്കോ, ധൈര്യമായി പൊയ്ക്കോ, നിങ്ങൾക്ക് കിട്ടുമെന്ന്. പാസ്റ്ററെ 9:45 കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നു, ഈ ഫ്ലൈറ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ദൈവം ഒരുക്കോടി, നീ നമുക്ക് ഈ കുഞ്ഞങ്ങ് കരച്ചില്ല പാസ്റ്ററെ. എൻ്റെ അമ്മ ഞാൻ എന്ത് നമ്മൾ മാനസികമായി നമ്മൾ ഒത്തിരി തകരും. ദൈവം നമുക്ക് അത്ഭുതം പ്രവർത്തിക്കും, എന്നാലും നമ്മൾ മനുഷ്യരാണ്. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അങ്ങ് എയർപോർട്ട് അടുക്കാറായപ്പോൾ ആ ഏജൻസിയിലുള്ള ഒരു കൊച്ചനെ അവിടെ അവരെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിർത്തിച്ചു. പാസ്പോർട്ട് തരാൻ, ടിക്കറ്റ് തരാൻ, പിന്നെ അവിടെ ചെന്ന് നമുക്ക് പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ ATM പോലെ ഒരു ഫോറക്സ് കാർഡ് അതും അവർ തയ്യാറാക്കി വെച്ചോണ്ട് ഞങ്ങളുടെ വണ്ടി വരുന്നതായിട്ട് അവർ നോക്കി അവിടെ കാത്തു നിൽക്കുകയാണ് ആ മനുഷ്യന്. അങ്ങനെ ഇരുന്നപ്പോൾ ഉടനെ ഇത് ക്യാൻസലായി. അപ്പോൾ കൊച്ചനോട് പറഞ്ഞു, അമ്മ ഇത് ക്യാൻസലായി. ഞാൻ പറഞ്ഞു, മോനെ ദൈവം ഒരുക്കും, പാസ്റ്റർ പറഞ്ഞല്ലേ, നീ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞു. ദൈവത്തെ വിളിച്ച് അങ്ങോട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ മെസ്സേജ് വിട്ടു, പിന്നെ ഹെയർലി മോർണിംഗ് 3:30 ആകുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഖത്തർ എയർവേസിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സാവകാശമായി ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾക്ക് ഇതെല്ലാം അവർ കൈ തന്നു. ആ മനുഷ്യൻ കൈ തന്നു. പാസ്റ്റർ എപ്പോഴും പറഞ്ഞു, ഞാനത് മോളോട് പറഞ്ഞു, പാസ്റ്റർ എപ്പോഴും പറയത്തില്ലായിരുന്നു, മോളെ നിന്റെ പാസ്പോർട്ട് നിന്റെ കൈ കിട്ടുമെന്ന്. അത് ഞാൻ അവളോട് പാസ്പോർട്ട് നിന്റെ കൈ കിട്ടും. എറണാകുളത്ത് ഞങ്ങൾ വ്യാഴാഴ്ച വാങ്ങിക്കാൻ പോകാനിരുന്ന ഞങ്ങൾക്ക് പാസ്പോർട്ട് എയർപോർട്ടിൽ കൊണ്ടെത്തുന്നു. കൈയടിച്ചൊരാമി പറഞ്ഞു. പ്രിയരെ, നമുക്ക് വേണ്ടി ഒരു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. വെൺമണിക്കാരി അമ്മച്ചി സാക്ഷ്യപ്പെടുത്തുക, നമുക്ക് വേണ്ടി ഇന്ന് രാവിലെയും പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ ദൈവമാണ്. പ്രിയരെ, ഇവിടൊക്കെ ചലിച്ചത് വിശ്വാസമാണ്. നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവത്തിന് സാധ്യമാണ്. ഈ അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. അമ്മയും മോളും കൂടെ ഒക്കെ പോകുന്ന സമയത്ത് അവർ കരയുന്ന ആ കരച്ചിൽ എൻ്റെ കാതിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഒരു വാക്ക് ഞാൻ പറയുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കും, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു അത്ഭുതം വ്യാപരിക്കും. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നവരെ മറക്കുന്ന ദൈവമല്ല.